ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മുടെ ക്ലാസ് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ കാലാവസ്ഥ, അതുപോലെ മണ്ണിനങ്ങൾ, കൃഷി എന്നിവയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഉത്തരേന്ത്യൻ സമതലം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഉത്തരപർവ്വത മേഖലയ്ക്ക് താഴെയായിട്ട് തെക്കായിട്ടും അതുപോലെ തന്നെ പീഠഭൂമിയുടെ വടക്കുമായിട്ടാണ് ഉത്തരേന്ത്യൻ സമതലം സ്ഥിതി ചെയ്യുന്നത്. ഈ സമതലം വളരെ ഫലഭൂയിഷ്ടമായ മണ്ണുള്ളത് കൊണ്ട് തന്നെ, അതുപോലെ തന്നെ ഒരിക്കലും വറ്റിവരലാത്ത നദികൾ ഉള്ളത് കൊണ്ടും തന്നെ ഇവിടെ ജനങ്ങൾ ഒരുപാട് വസിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന പ്രദേശം കൂടിയാണ് ഉത്തരേന്ത്യൻ സമതലം. അപ്പം ഇനി നമുക്ക് കാലാവസ്ഥയിലേക്ക് കിടക്കാം. ആദ്യം ശൈത്യകാലം. നമുക്കറിയാം, ശൈത്യകാലം എപ്പോഴാണ് ഉണ്ടാവുക? ഉത്തരേന്ത്യൻ സാധാരണയായിട്ട് നവംബർ മധ്യത്തോടെയാണ് ശൈത്യകാലം എത്തുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ തണുപ്പേറിയ മാസങ്ങൾ ഏതൊക്കെയാണ്? ഡിസംബറും ജനുവരിയുമാണ്. ഇക്കാലയളവിൽ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ അതിശൈത്യം അനുഭവപ്പെടുന്നു. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും അതിശൈത്യം അനുഭവപ്പെടുന്നത്? ഒന്നാമത്തത്, നമ്മുടെ സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെയാണ് ഉത്തരേന്ത്യൻ സമതലങ്ങൾ. അപ്പോൾ ഈ കടലിൽ നിന്നും ഏറെ അകലെയായതുകൊണ്ട് തന്നെ ഈ കാലാവസ്ഥയെ ഒന്ന് മിതപ്പെടുത്തുന്ന ഒരു സമുദ്രത്തിന്റെ സ്വാധീനം അത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ലഭ്യമാവുന്നില്ല. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ നമ്മൾ പറഞ്ഞിരുന്നു, ഹിമാലയൻ പർവ്വതനിരയിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. ഭൂമിയുടെ ധ്രുവമേഖലയിൽ നിന്ന് വീശുന്ന ആ കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സൂക്ഷിക്കുന്നത് ഹിമാലയമാണെന്ന് നമ്മൾ പഠിച്ചിരുന്നു. ഈ ഹിമാലയ പർവ്വതനിരയിലെ മഞ്ഞുവീഴ്ച എന്ത് ചെയ്യും? അവിടെ ശക്തമായ ഈ ഉത്തരേന്ത്യൻ സമതലത്തിൽ ശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നു. അതില്ലാതെ പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ പ്രദേശങ്ങളിൽ ഹിമം, മൂടൽമഞ്ഞ്, ശീത തരംഗം എന്നിവയ്ക്ക് കാരണമാകുന്നു. അതില്ലാതെ ഉത്തരാർദ്ധഗോളത്തിൽ നിന്നും ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള സൂര്യന്റെ അയനം, ഇതൊക്കെയാണ് എന്തിന് കാരണമാകുന്നത്? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ ശൈത്യകാലത്ത് അതികഠിനമാവും കാരണം ഈ കാരണങ്ങൾ കൊണ്ടാണ്. അപ്പോൾ എന്തൊക്കെയാണ് കാരണം? ഒന്ന്, സമുദ്രത്തിന്റെ സ്വാധീനത്തിൽ നിന്നും ഏറെ അകലെ സ്ഥിതി ചെയ്യുന്നത്. രണ്ടാമത്തത്, ഹിമാലയൻ പർവ്വതനിരയിലെ മഞ്ഞുവീഴ്ച അതിശക്തമായ ശീതക്കാറ്റിന് കാരണമാകുന്നത്. മൂന്നാമത്തത്, പശ്ചിമേഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റ് ഉത്തരേന്ത്യൻ സമതലത്തിന് ഈ ശൈത്യകാലം അതികഠിനമാകാൻ കാരണമാകുന്നു. ഇനി ഈ ശൈത്യകാലത്ത് ഉത്തരേന്ത്യൻ സമതലങ്ങൾ നേരിയ മഴ ലഭിക്കാറുണ്ട്. ഓക്കെ. ഇനി ഉഷ്ണകാലം. ഉഷ്ണകാലം എന്ന് പറയുന്നത് മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താപനില ഉയരാൻ തുടങ്ങും. ഏപ്രിൽ, മെയ്, ജൂൺ എന്നീ മാസങ്ങളിലാണ് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അനുഭവപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ ഉഷ്ണകാലം അതികഠിനമാണ്. മെയ് മാസത്തോടെ പടിഞ്ഞാറൻ ഭാഗങ്ങളിൽ താപനില 48 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാറുണ്ട്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഒന്ന്, സമുദ്രത്തിന്റെ എന്നുള്ള അകലമാണ്. പിന്നെ ലൂ എന്നുള്ള ഒരു കാറ്റുണ്ട്, അതവിടെ നിന്ന് വീശുക. രാജസ്ഥാനിലെ മരുഭൂമി പ്രദേശങ്ങളിൽ നിന്നും ഗംഗാ സമതലത്തിലേക്ക് ശക്തിയേറിയ വരണ്ട ഉഷ്ണക്കാറ്റുകൾ മെയ്, ജൂൺ മാസങ്ങളിൽ വീശാറുണ്ട്. ലൂ എന്നറിയപ്പെടുന്ന ഈ കാറ്റുകൾ എന്ത് സംഭവിക്കുന്നു? ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയർത്തുന്നു. അതാണ് രണ്ടാമത്തെ കാരണം. അപ്പോൾ ശൈത്യകാലവും ഉഷ്ണകാലവും കഴിഞ്ഞു. പിന്നെ തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലം. അത് നമുക്കറിയാം, നമ്മുടെ മാർച്ച് മാസത്തോടെ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ താപനില ഗണ്യമായി ഉയരുന്നു. അപ്പോൾ അവിടെ താപനില ഗണ്യമായി വരുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവിടെ ഒരു ന്യൂനമർദ്ദ മേഖല ഉണ്ടാവും. ആ ന്യൂനമർദ്ദ മേഖല എന്ത് ചെയ്യും? ആ ന്യൂനമർദ്ദ മേഖല തെക്ക് പടിഞ്ഞാറ് മൺസൂൺ കാറ്റുകളെ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് ആകർഷിക്കുന്നത്. അവിടെ ഭയങ്കര ന്യൂനമർദ്ദമായതുകൊണ്ടാണ് തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഇതിലേക്ക് ഉള്ളിലേക്ക് വരുന്നത്. തെക്ക് പടിഞ്ഞാറ് മൺസൂൺ ഉള്ളിലേക്ക് വരുന്നത് രണ്ട് വഴിയാണ്. ഒന്ന്, തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ അറബിക്കടൽ ശാഖ, പിന്നെ ഒന്ന് ബംഗാൾ ശാഖ. ഇങ്ങനെ രണ്ട് കാര്യങ്ങളാണ്. കണ്ടില്ലേ? തെക്ക് പടിഞ്ഞാറ് മൺസൂണിന്റെ അറബിക്കടൽ ശാഖ ഇത്, ബംഗാൾ ഉൾക്കടൽ ശാഖ ഇത്. ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ടായിട്ട് പിരിയും. ഒന്ന് പടിഞ്ഞാറോട്ട് നീങ്ങും, ഒന്ന് കിഴക്കോട്ട് നീങ്ങും. സുന്ദരവനം ഡെൽറ്റ പ്രദേശത്തിലൂടെ കരയിലേക്ക് പ്രവേശിക്കുന്ന ബംഗാൾ ഉൾക്കടൽ ശാഖ രണ്ട് ഉപശാഖയായി പിരിയുന്നു. ഒന്ന്, കിഴക്ക് ദിശയിൽ ബ്രഹ്മപുത്ര സമതലത്തിൽ പ്രവേശിച്ച് വൻതോതിൽ മഴ ലഭിക്കുന്നു, അതായത് ഈ ഭാഗത്തേക്ക്. രണ്ടാമത്തെ വന്നിട്ട് പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങുന്നു. അപ്പോൾ അവിടേക്ക് മഴ നൽകും പശ്ചിമ ബംഗാള്, ബീഹാർ, ഉത്തർപ്രദേശ്, ഡൽഹി എന്നിവിടങ്ങളിൽ മഴ നൽകി ഇവ മുന്നേറുന്നു. ഇത് ആരവല്ലി പർവ്വതനിരയ്ക്ക് സമാന്തരമായി നീങ്ങുന്ന അറബിക്കടൽ ശാഖയുമായി പഞ്ചാബ് സമതലത്തിൽ വെച്ച് കൂടിച്ചേരുകയും പടിഞ്ഞാറൻ ഹിമാലയത്തിന്റെ അടിവാര മേഖലയിൽ വരെ മഴയെത്തിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ആരവല്ലി പർവ്വതനിര എവിടെയാണ്? ഈ ഭാഗത്തായിട്ടാണ് ആരവല്ലി പർവ്വതനിര. അപ്പോൾ ഇവ രണ്ടും ഇവിടെ വെച്ച് ജോയിൻ ചെയ്യുന്നു. ഈ ഭാഗത്തായിട്ട് ജോയിൻ ചെയ്തിട്ട് പിന്നെ ഇവിടെ പോയിട്ട് ഇവിടെയെല്ലാം മഴ ലഭിക്കുന്നു എന്നാണ് ഇത് പറയുന്നത്. ഇനി വടക്കു കിഴക്കൻ മൺസൂൺ കാലം. അപ്പോൾ സൂര്യന്റെ ദക്ഷിണാർദ്ധഗോളത്തിലേക്കുള്ള അയനം മൂലം ഉത്തരേന്ത്യൻ സമതലത്തിൽ നിലനിന്നിരുന്ന ന്യൂനമർദ്ദ മേഖല ക്രമേണ തെക്കോട്ട് പിൻവാങ്ങുന്നു.
മൺസൂണിന്റെ പിൻവാങ്ങൽ കാലം എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ഈ കാലത്ത് ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് ഉച്ചമർദ്ദ മേഖല രൂപപ്പെടും. അപ്പോൾ ഈ ഉച്ചമർദ്ദ മേഖല രൂപപ്പെടുമ്പോൾ എന്ത് സംഭവിക്കും? അവ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് കാറ്റ് വീശുകയും ചെയ്യുന്നു. ഈർപ്പരഹിതമായ ഈ കാറ്റ് വടക്ക് കിഴക്ക് ദിശയിൽ നിന്നുമായതിനാലാണ് ഈ കാലത്ത് വടക്ക് കിഴക്കൻ മൺസൂൺ കാലം എന്ന് പറയുന്നത്. ഉത്തരേന്ത്യൻ സമതല പ്രദേശത്ത് പൊതുവെ വരണ്ട കാലാവസ്ഥ അനുഭവപ്പെടുന്ന ഈ കാലയളവിലെ ഉയർന്ന അന്തരീക്ഷ ആർദ്രതയും ഉയർന്ന താപനിലയും ദിനാവസ്ഥയെ കൂടുതൽ ദുസ്സഹമാകുന്നു. ഈ പ്രതിഭാസത്തെ എന്താ പറയുക? ഒക്ടോബർ ചൂട് എന്ന് പറയുക. എന്താണ് ഒക്ടോബർ ചൂട്? അടുത്തത് ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ നൈസർഗിക സസ്യജാലങ്ങൾ. നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറഞ്ഞാൽ ഭൂപ്രകൃതി, കാലാവസ്ഥ, മണ്ണിന്റെ സ്വഭാവം എന്നീ ഘടകങ്ങൾ മാത്രം കൊണ്ട് അവിടെ വളരുന്ന സസ്യജാലങ്ങളുടെ വൈവിധ്യമാണ് ഈ നൈസർഗിക സസ്യജാലങ്ങൾ. അവിടെ വളരുന്ന സസ്യജാലങ്ങളാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്ന് പറയുന്നത്. മനുഷ്യന്റെ ഇടപെടലുകളൊന്നും ഇല്ലാതെയായിരിക്കണം ഇത്. മനുഷ്യന്റെ ഇടപെടലുകളൊന്നും ഇല്ലാതെ ദീർഘകാലം ഒരു പ്രദേശത്തിന്റെ മണ്ണിന്റെ കാലാവസ്ഥ, ഭൂപ്രകൃതി, അതുപോലെ മണ്ണിന്റെ സ്വഭാവം എന്നിവ മാത്രം അനുകൂല ഘടകങ്ങളായി വളരുന്ന സസ്യങ്ങളെയാണ് നൈസർഗിക സസ്യജാലങ്ങൾ എന്നറിയപ്പെടുന്നത്. ഉത്തരേന്ത്യൻ സമുദ്രത്തിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ അതൊക്കെയുണ്ട്. ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പ് നിലങ്ങൾ. ഇങ്ങനെ മൂന്നായിട്ടാണ് ഉള്ളത്. ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ, ചതുപ്പ് നില വനങ്ങൾ. ഇനി ഈ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ എന്തായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. വരണ്ട ഇലപൊഴിയും കാടുകൾ, ആർദ്ര ഇലപൊഴിയും കാടുകൾ എന്നിവയാണിവ. അപ്പോൾ ഉത്തരേന്ത്യൻ സമതലത്തിൽ കാണപ്പെടുന്ന നൈസർഗിക സസ്യജാലങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളാണ്, ഉഷ്ണമേഖല മുൾക്കാടുകളാണ്, ചതുപ്പ് നിലങ്ങളാണ്. ഈ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങളെ എന്തായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. എന്തൊക്കെയാണവ? ഒന്ന്, വരണ്ട ഇലപൊഴിയും കാടുകൾ, പിന്നെ ആർദ്ര ഇലപൊഴിയും കാടുകൾ. എന്താണ് ആർദ്ര ഇലപൊഴിയും കാടുകൾ? ഇങ്ങനെ രണ്ടായിട്ട് തിരിക്കാം. 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ എന്നറിയപ്പെടുന്നത്. വരണ്ട അന്തരീക്ഷ സ്ഥിതിയിൽ ഏകദേശം 6 മുതൽ 8 ആഴ്ച വരെ ഈ സസ്യങ്ങൾ ഇലപൊഴിക്കുന്നു. അപ്പോൾ ഇലപൊഴിയും വനങ്ങൾ എന്നാണ് നമ്മൾ പറഞ്ഞത്. വരണ്ട ഇലപൊഴിയും വനങ്ങൾ പറയുമ്പോൾ അപ്പോൾ 70 സെന്റിമീറ്ററിനും 100 സെന്റിമീറ്ററിനും ഇടയിൽ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളാണ് വരണ്ട ഇലപൊഴിയും കാടുകൾ ഉള്ളത്. ഇനി ഉത്തർപ്രദേശങ്ങളിലെ സമതല പ്രദേശങ്ങളിലെ അതുപോലെ ബീഹാറിലെ എന്ത് കാണപ്പെടുന്നു? ഈ വരണ്ട ഇലപൊഴിയും വനങ്ങൾ കാണപ്പെടുന്നു. അതേസമയം ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നവയാണ് 100 സെന്റിമീറ്ററിനും 200 സെന്റിമീറ്ററിനും ഇടയിൽ മഴ ലഭിക്കുന്നവയാണ്. അപ്പോൾ ഇത് എവിടെ ഉണ്ടാവുക? ടെറായ് ബാബർ മേഖല ഉൾപ്പെടുന്ന സിവാലിക് താഴ്വര, ഒഡീഷയിലും പശ്ചിമ ബംഗാളിലെയും ചില ഭാഗങ്ങൾ എന്നിവിടങ്ങളിലാണ് എന്ത് കാണപ്പെടുന്നത്? ആർദ്ര ഇലപൊഴിയും കാടുകൾ കാണപ്പെടുന്നത്. ഇവിടെയുള്ള സാധാരണ മരങ്ങൾ ഏതൊക്കെയാണ്? തേക്ക്, സാല്, സിഷാം, മഹുവ, നെല്ലി, ചന്ദനം ഇവയൊക്കെയാണ് ഇവിടെയുള്ള സാധാരണ ഉള്ളത്. പിന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ താരതമ്യേന മഴ കൂടുതൽ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ തേക്കും മറ്റു വൃക്ഷങ്ങളും അവയ്ക്കിടയിൽ പുൽമേടുകളും കാണപ്പെടുന്നു. അതുമൂലം ഒരു മൈതാന ഭൂപ്രദേശ ദൃശ്യം ഈ വനപ്രദേശങ്ങൾക്ക് കൈവരുന്നു. വരൾച്ച കാലത്തിന്റെ തുടക്കത്തിൽ മരങ്ങൾ പൂർണ്ണമായും ഇലകൾ പൊഴിക്കുന്നു. തൽഫലമായി ഈ വനങ്ങൾ എന്ത് ചെയ്യുന്നു? മരങ്ങൾ എഴുന്നു നിൽക്കുന്ന പുൽമേടുകളായിട്ട് മാറുന്നു. മഴക്കുറവും കന്നുകാലി മേക്കലിന്റെ വർധനവും കാരണം എന്ത് സംഭവിക്കാം? ഈ ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്ത് സസ്യജാലങ്ങൾ എന്താ ചെയ്യുക? വളരെ ശുഷ്കമാണ്. തെക്ക് പടിഞ്ഞാറ് പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങളിലും പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. എന്ത് കാണപ്പെടുന്നുണ്ട്? ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഉഷ്ണമേഖല മുൾക്കാടുകൾ എവിടെ കാണുന്നത്? പഞ്ചാബിലെ അർദ്ധവരണ്ട പ്രദേശങ്ങൾ, പടിഞ്ഞാറൻ ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ ഉഷ്ണമേഖല മുൾക്കാടുകൾ കാണപ്പെടുന്നു. വൈവിധ്യമാർന്ന പുല്ലുകളും കുറ്റിച്ചെടികളും നിറഞ്ഞതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ബാബുൾ, ബർ, വന്യ ഈന്തപ്പനകൾ, ഗേർ, വേപ്പ്, കേജില്, പാലസ് തുടങ്ങിയാണ് പ്രധാന സസ്യവർഗ്ഗങ്ങൾ. 2 മീറ്റർ ഉയരത്തിൽ വരെ വളരുന്ന ടസോക്കി എന്ന പുല്ല് വിഭാഗങ്ങളും അടിക്കാടായി ചിലയിടങ്ങളിൽ കാണപ്പെടുന്നു. അപ്പോൾ ഇതാണ് ഉഷ്ണമേഖല മുൾക്കാടുകൾ. ഇനി അടുത്തത് രാജസ്ഥാനിലെ വിശാലമായ ഉപ്പുപാടങ്ങൾ, ശുദ്ധജല തടാകങ്ങൾ, ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ, സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് ചതുപ്പ് നില വനങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയാണ് ചതുപ്പ് നില വനങ്ങളുള്ളത്. ഉപ്പുപാടങ്ങളിൽ, അതുപോലെ ശുദ്ധജല തടാകങ്ങൾ അവ രാജസ്ഥാനിലെ, അതുപോലെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ, പിന്നെ ഗംഗാ സമതലത്തിലെ ശുദ്ധജല ചതുപ്പുകൾ, ബ്രഹ്മപുത്ര നദിയുടെ പ്രളയ സമതലങ്ങൾ എന്നിവയിൽ കാണപ്പെടുന്നവയാണ് ഈ ചതുപ്പ് നിലങ്ങൾ.
പശ്ചിമ ബംഗാളിൽ ഗംഗാ സമുദ്രത്തിന്റെ അതിവിശാലമായ ഡെൽറ്റ പ്രദേശമാണ് സുന്ദർബൻ. അവിടെ നമുക്കറിയാം അവിടെ കണ്ടൽ കാടുകളുണ്ട്. ഇവിടെ നിബിഡമായി കാണപ്പെടുന്ന സ്വാഭാവിക സസ്യജാലങ്ങളാണ് കണ്ടൽ കാടുകൾ, മാംഗ്രോവ്സ്. റോയൽ ബംഗാൾ കടുവയുടെ സങ്കേതം കൂടിയാണ് ഈ സുന്ദർബൻ. അപ്പോൾ സുന്ദർബൻ എന്തിന്റെ സങ്കേതം കൂടിയാണ്? ബംഗാൾ കടുവകളുടെ, റോയൽ ബംഗാൾ കടുവകളുടെ സങ്കേതം കൂടിയാണ് സുന്ദർബൻ. അപ്പോൾ സുന്ദർബൻ അവിടെ കാണപ്പെടുന്ന വന്യജീവി എന്നുള്ളത് ചോദിക്കാം. റോയൽ ബംഗാൾ കടുവകൾ. അതുപോലെ സുന്ദരി എന്ന ഇനം കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. ഒന്നും കൂടി പറയാം, സുന്ദരി എന്ന കണ്ടൽ ചെടികൾ സുന്ദർബൻ ഡെൽറ്റയുടെ പ്രത്യേകതയാണ്. അതെല്ലാം ഓർത്തു വയ്ക്കുക. ഇനി അപ്പൊ നമ്മൾ 3 ഇതൊക്കെ പറഞ്ഞു, സസ്യജാലങ്ങൾ പറഞ്ഞു. ഏതൊക്കെയാണ് പറഞ്ഞത്? ഒന്ന് ഇലപൊഴിയും വനങ്ങൾ, ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ, അവയെ 2ആയി തിരിക്കാൻ പറഞ്ഞു. വരണ്ട ഇലപൊഴിയും വനങ്ങൾ എന്ന് തിരിക്കാം, അതുപോലെ ആർദ്ര ഇലപൊഴിയും വനങ്ങൾ എന്ന് തിരിക്കാം. ഉഷ്ണമേഖല മുൾക്കാടുകളുണ്ട്, പിന്നെ ചതുപ്പ് നിലങ്ങളുണ്ട്. ഇനി അടുത്താണ് സമതലങ്ങളിലെ മണ്ണിനങ്ങൾ. ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ ഉത്തരേന്ത്യൻ സമതലങ്ങളിലെ മണ്ണിനങ്ങൾ എന്ന് പറയുന്നത് നല്ല ഫലഭൂയിഷ്ടമായ മണ്ണാണെന്ന് പറഞ്ഞിരുന്നു. ഈ സാധാരണ കാണപ്പെടുന്ന മണ്ണ് എന്ന് പറയുന്നത് എക്കൽ മണ്ണാണ്. ഈ എക്കൽ മണ്ണ് മണൽ മണ്ണ് മുതൽ കളിമണ്ണ് വരെയുള്ള മണ്ണിനങ്ങളുടെ വ്യത്യസ്ത സ്വഭാവങ്ങൾ പുലർത്തുന്നവയാണ് ഈ എക്കൽ മണ്ണ് എന്ന് പറയുന്നത്. രാജസ്ഥാനിൽ കുറഞ്ഞ വിസ്തൃതിയിൽ കാണപ്പെടുന്ന ഇവ ഗുജറാത്തിന്റെ സമതല പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്നു. ഗംഗാ സമുദ്രങ്ങളിൽ 2 വ്യത്യസ്തമായ എക്കൽ മണ്ണിനങ്ങൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഗാദർ, ബങ്കർ എന്നിവയാണ്. കാദർ എന്ന് പറഞ്ഞാൽ പുതിയ എക്കൽ നിക്ഷേപങ്ങളുമായിട്ട് രൂപപ്പെട്ട പ്രദേശങ്ങളാണ് ഈ കാദർ എന്ന് പറയുന്നത്. അതേസമയം ബങ്കർ എന്ന് പറയുന്നത് പഴയ എക്കൽ നിക്ഷേപങ്ങളാൽ രൂപപ്പെട്ട പ്രദേശങ്ങളാണ്. ഇവിടെ ബങ്കറിൽ എന്താണ്? ബങ്കറിൽ വന്നിട്ട് കാങ്കർ പറഞ്ഞ ഒരു ഇതുണ്ട്. കാങ്കർ പറഞ്ഞാൽ എന്താണ്? കാൽസ്യം കാർബണേറ്റ്, അതായത് ചുണ്ണാമ്പ് കല്ലിന്റെ ഒരു നിക്ഷേപമാണ് ഈ കാങ്കർ എന്ന് പറയുന്നത്. കാദർ എന്ന് പറയുന്നത് അവിടെ കാങ്കർ ഇല്ല. പിന്നെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമാണ് കാദർ എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര ഗംഗാ സമതലങ്ങളുടെ കീഴ്ഘട്ടത്തിലും മധ്യഘട്ടത്തിലും ഇത്തരം മണ്ണ് കൂടുതൽ നേർത്തതും കളിമണ്ണ് കലർന്നതുമായി കാണപ്പെടുന്നു. കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് എക്കൽ മണ്ണ്. അതുകൊണ്ട് തന്നെ ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ എന്തുണ്ടാവും? നന്നായിട്ട് കൃഷി നടക്കുന്നുണ്ടാവും. മധ്യഗംഗാ സമതലത്തിന്റെ തെക്കൻ ഭാഗങ്ങളിലായി എന്ത് കാണപ്പെടുന്നു? ചെമ്മണ്ണ് കാണപ്പെടുന്നു. ഈ ചെമ്മണ്ണ് കാണപ്പെടാൻ കാരണം എന്താണ്? ഇരുമ്പിന്റെ സാന്നിധ്യമാണ് ഈ മണ്ണിന് ചുവപ്പ് നിറം കൊടുക്കുന്നത്. സുന്ദർബൻ ഡെൽറ്റ പ്രദേശങ്ങളിൽ കാണപ്പെടുന്ന മണ്ണാണ് ലവണ മണ്ണ്. പൊതുവെ ഈ മണ്ണിൽ ഉപ്പിന്റെ അംശം കൂടുതലാണ്. മണലും പശ്ചിമ മണ്ണും കൂടിക്കലർന്ന മണ്ണാണിത്. ഡെൽറ്റ പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന സമുദ്രജല കയറ്റമാണ് ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാവാൻ കാരണമാവുന്നത്. അവിടെയുള്ള മണ്ണ് ഏതാണ്? ലവണ മണ്ണ്. കാരണം സമുദ്രത്തിന്റെ അവിടെ നിന്ന് വരുന്ന ലവണം ഇവിടെ അടിഞ്ഞു കൂടുന്നു എന്ന് ആലോചിച്ചാൽ മതി. അപ്പോൾ സുന്ദർബൻ ഡെൽറ്റയിൽ നമുക്കത് കിട്ടും. അതുപോലെ മധ്യഗംഗാ സമുദ്രത്തിന്റെ തെക്ക് ഭാഗങ്ങളായിട്ടാണ് ചെമ്മണ്ണ് കാണുന്നത്. ബാക്കി ഉത്തരേന്ത്യൻ സമുദ്രങ്ങൾ സാധാരണ കാണപ്പെടുന്നത് എക്കൽ മണ്ണാണ്. ഇത് മണ്ണ് ഏതൊക്കെയാണ് കാണപ്പെടുന്നത് എന്ന് സാധാരണ PSCയിലൊക്കെ ചോദിക്കാറുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഇത്തരം മണ്ണുണ്ടാകാൻ കാരണമാകുന്നത് ഉത്തരേന്ത്യൻ സമതലങ്ങളിൽ പലയിടത്തും ജലസേചനത്തിലൂടെ തീവ്ര കൃഷി നടത്തിയ ഇടങ്ങളിൽ എക്കൽ മണ്ണിന് ശോഷണം സംഭവിച്ച് ലവണ മണ്ണായി മാറിയിട്ടുണ്ട്. പശ്ചിമ ബംഗാളിന്റെ തീരപ്രദേശങ്ങളിൽ പീറ്റ് മണ്ണും കാണപ്പെടുന്നുണ്ട്. അതാണ് പീറ്റ് മണ്ണും. ഉത്തരേന്ത്യൻ സമതലത്തിന്റെ പടിഞ്ഞാറൻ രാജസ്ഥാൻ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ വ്യാപകമായി കാണപ്പെടുന്ന മണ്ണാണ് വരണ്ട മണ്ണ്. കാരണം എന്താണ്? അവിടെ മഴയില്ല, 1, 2 ജൈവാംശം കമ്മിയാണ്. ഘടനാപരമായ മണൽ രൂപം ലവണത്വ സ്വഭാവമുള്ള ഈ മണ്ണിൽ ജൈവാംശവും ജലാംശവും വളരെ കുറവായിരിക്കും. അതിനാൽ ഈ മണ്ണിൽ സസ്യ വളർച്ചയ്ക്ക് ജലസേചനം ആവശ്യമാണ്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് മണ്ണിനെ ഞങ്ങൾ എന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ വനമണ്ണുണ്ട്. ഈ ചുവപ്പ് കാണുന്നത് ചെമ്മണ്ണും അതുപോലെ മഞ്ഞ മണ്ണുമാണ്. ഈ പിങ്ക് കളറിൽ കാണുന്നതാണ് ചെങ്കൽ മണ്ണ്. ഇത് വനമണ്ണാണ്. പിന്നെ ഉത്തരേന്ത്യൻ സമതലം പറയുന്നത് ഇങ്ങനെ വ്യാപിച്ചു കിടക്കുന്നതാണ്. പിന്നെന്താണ്? കറുത്ത മണ്ണ്. ഇത് കറുത്ത മണ്ണാണ്. ഇനി ജനജീവിതം. ഫലഭൂയിഷ്ടമായ എക്കൽ മണ്ണ്, നിരപ്പാർന്ന ഭൂപ്രകൃതി, എപ്പോഴും നീരൊഴുക്കുള്ള നദികൾ, അനുയോജ്യമായ കാലാവസ്ഥ തുടങ്ങിയവ ഉത്തര മഹാസമുദ്രത്തിന്റെ സവിശേഷതകളാണ്. അതുകൊണ്ടാണ് അവിടെ കൃഷി ഏറ്റവും വ്യാപിച്ചെടുക്കുന്നതും അതുപോലെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്നതും. പിന്നെ അതല്ലാതെ നമ്മുടെ രാജ്യത്തിന്റെ മൊത്തം ഭൂവിസ്തൃതിയുടെ 1/4 ഭാഗത്തിനും താഴെയാണ് ഉത്തരേന്ത്യൻ സമതലത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത്. എന്നാൽ ഈ മഹാസമുദ്രമാണ് ഇന്ത്യൻ മൊത്തം ജനസംഖ്യയുടെ പകുതിയിലേറെയും ഉൾക്കൊള്ളുന്നത്. കാർഷിക മേഖലയെ അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്കാണ് വടക്കൻ സമതലങ്ങൾക്കുള്ളത്. ഗോതമ്പ്, നെല്ല്, ചണം, കരിമ്പ് തുടങ്ങി വ്യത്യസ്തമായ വിളകൾ വ്യാപകമായി കൃഷി ചെയ്യപ്പെടുന്നു. ജലസേചനത്തിന്റെ സഹായത്തോടെ അതിവിപുലമായ കൃഷിരീതി ഈ മഹാസമുദ്രത്തിലെ ഇന്ത്യയുടെ ധാന്യപ്പുരയാക്കി മാറ്റി. താർ മരുഭൂമി ഒഴികെയുള്ള സമുദ്രത്തിന്റെ മുഴുവൻ ഭാഗങ്ങളിലും റോഡുകളുടെയും റെയിൽപാതകളുടെയും വിപുലമായ ശൃംഖലകളുമുണ്ട്. ഇതെന്തിനെ സഹായിക്കും? ഇത് വ്യവസായവൽക്കരണത്തിനും അതുപോലെ നഗരവൽക്കരണത്തിനും ഈ പ്രദേശത്ത് നയിച്ചു.
നമ്മൾ 3 തരം കാലയളവിലാണ് കൃഷി ചെയ്യുക. ഈ 3 തരം കാലയളവിലെ കൃഷികൾ എന്താ പറയുക? ഒന്ന് ഖാരിഫ്, റാബി, സയ്ദ്. ഖാരിഫ് പറഞ്ഞാൽ നമ്മൾ ജൂൺ മാസങ്ങളിലൂടെ തുടങ്ങുന്നതാണ് ഖാരിഫ് വിളകൾ എന്ന് പറയുന്നത്. അതായത് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കാലത്തിനോട് ചേർന്ന് വരുന്ന കാർഷിക കാലമാണ് ഖാരിഫ് എന്ന് പറയുന്നത്. അതിനുശേഷമാണ് റാബി. അതെപ്പോഴാണ്? ശൈത്യകാലത്തിന് വരവോടെ ആരംഭിക്കുന്ന കാർഷിക കാലമാണ് റാബി എന്ന് പറയുന്നത്. പിന്നെ അതിനുശേഷം വേനൽക്കാല കാർഷിക കാലമാണ് സെയ്ദ് എന്ന് പറയുന്നത്. അപ്പോൾ ഖാരിഫിൽ നമുക്കറിയാം എന്താണ്, ഈ മഴ പെയ്യുന്ന സമയമാണ് ഉള്ളത്. അതുകൊണ്ട് തന്നെ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തോര മുതലായവയിൽ കൃഷി ചെയ്യുന്നു. ഉഷ്ണമേഖലാ വിളകളായ നെല്ല്, പരുത്തി, ചണം, ബജ്റ, തോര മുതലായവയാണ് ആ സമയത്തെ പ്രധാന വിളകൾ എന്ന് പറയുന്നത്. അതേസമയം റാബി എന്ന് പറയുന്നത് ഒക്ടോബർ മുതൽ മാർച്ച് വരെയാണ്. ഖാരിഫ് വിളകളോ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ. ഒക്ടോബർ മുതൽ മാർച്ച് വരെ റാബി വിളകളാണ്. അവിടെ ആ സമയത്ത് മിതോഷ്ണ ഉപോഷ്ണ വിളകളായ ഗോതമ്പ്, പയറുവർഗ്ഗങ്ങൾ, കടുകുവർഗ്ഗങ്ങൾ, ബാർലി മുതലായവയാണ് പ്രധാന വിളകൾ. അതേസമയം സെയ്ദ് പറയുന്നത് ഏപ്രിൽ മുതൽ ജൂൺ വരെയാണ്. അവിടെ എന്താണ്? പച്ചക്കറി, പഴങ്ങൾ, കാലിത്തീറ്റ തുടങ്ങിയവയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ട ക്ലാസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.